ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലൈൻഡ് സ്പോട്ട് മിറർ. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട് മിറർ? ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ടുള്ള സ്പോട്ട്, വേറെ ഒന്നുമല്ല. അതായത് നമുക്ക് കാണാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ മിററിൽ കൂടെ വിഷ്വൽ ആകാത്ത കുറച്ച് ഭാഗങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ആ മിററിൽ കാണാൻ സാധിക്കാത്ത കുറച്ച് ഭാഗങ്ങളെയാണ് ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ശരിക്കും ഈ ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് കാണാൻ പാടില്ലാത്ത കുറച്ചേറെ പോർഷൻസ് നമുക്ക് ആ മിററിൽ കൂടെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഇതേണ്ട എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഈ ഒരു ടൈപ്പാണ്. വണ്ടി കഴിയിട്ടില്ല, ഒരു ചെറിയ ലോങ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞേച്ചും വന്നിട്ട് പിന്നെ കഴുകാനുള്ളൊരു സാവകാശം കിട്ടിയില്ല, പുറത്ത് പോലും കഴുകാറില്ല. പിന്നെ അതുപോലത്തെ സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ കഴുകാതിരിക്കാൻ പറ്റത്തില്ല. ഏതായാലും ഇപ്പം കഴിയില്ല, അതുകൊണ്ടാണ് വണ്ടി നല്ല പൊടിയായിട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഈ ഒരു ടൈപ്പ് ബ്ലൈൻഡ് സ്പോട്ട് മിററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതിനകത്ത് തന്നെ 2 ബ്ലൈൻഡ് സ്പോട്ട് ടൈപ്പ് മിറേഴ്സ് വരുന്നുണ്ട്. ഇതിൽ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഞാൻ ഈ ടൈപ്പ് എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ മിററിനകത്ത് തന്നെ വരുന്ന ടൈപ്പ് ഗ്ലാസസ് അവൈലബിൾ ആണ്, അതിൻ്റെ സൈഡിൽ ഒട്ടിക്കാൻ പറ്റുന്ന ഗ്ലാസസ് അവൈലബിൾ ആണ്, പിന്നെ എന്തുകൊണ്ട് ഈ ടൈപ്പ്? അത് ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം. ഇത് ശരിക്കും പറഞ്ഞാൽ കാണാൻ കുറച്ചൊരു ഭംഗിയുണ്ട്. ചിലർ നോക്കുമ്പോൾ പറയും ഇതിൻ്റെ പുറത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം. പക്ഷേ ഇത് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ നോക്കിയെടുത്തോളം, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് മേളിലോട്ട്, റൈറ്റിലോട്ട്, ലെഫ്റ്റിലോട്ട്, താഴോട്ട്, ഇതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ് അല്ലേ? അങ്ങനെ ഒരു സംശയം സ്വാഭാവികമായിട്ട് വരും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ താഴത്തെ നോർമൽ മിറർ, അതായത് ഈ കാണുന്ന നോർമൽ മിറേഴ്സിൽ നമുക്ക് കിട്ടാത്ത പല പോർഷൻസും നമുക്ക് ആ ഒരു മിററിൽ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അത് സെറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ഗ്ലാസ് ക്ലോസ് ചെയ്യുക, അല്ല ഡോറ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ വാഹനത്തിനകത്ത് ഇരുന്നുകൊണ്ട്, ഈ സൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ, ഡ്രൈവർ സൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡിലെ മിറർ അവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു റോഡിൽ കൂടെയൊക്കെ പോകും, മീൻസ് ഒരു ഇറക്കമൊക്കെ ഇറങ്ങി വന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് കയറാനുണ്ടെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനം ശ്രദ്ധിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ആ മിറർ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിക്ക് കാണാൻ സാധിക്കും. പിന്നെ അവിടെ തന്നെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു മിറർ, അതായത് ഈ റൈറ്റ് സൈഡിലെ മിററിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്മുടെ വാഹനത്തിൻ്റെ റണ്ണിങ് ബോർഡിൻ്റെ പോർഷൻ, അതായത് സൈഡ് പോർഷനാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും സൈഡിലോട്ട് ഒതുങ്ങി ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടോ, റിവേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പോരാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വല്ലതൊക്കെ ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് അറിയാൻ ആ ഒരു മിററിൽ സാധിക്കും. ഇതൊന്നും നമ്മുടെ ഗ്ലാസിനകത്ത് ഒട്ടിക്കുന്ന മിററിലോ ഗ്ലാസിൻ്റെ സൈഡിൽ ഒട്ടിക്കുന്ന മിററിലോ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ടോപ്പും സൈഡും ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും ഈ പറയുന്ന ഒരു രീതിക്കുള്ള ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ മറ്റേ ടൈപ്പ് ആദ്യം യൂസ് ചെയ്തതാണ്. കാരണം കാണാൻ ഭംഗിക്കുറവില്ല, താടി ഇരുന്നോളും എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ, ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നമുക്ക് ബെനിഫിറ്റ് ആകുന്നതും, അതായത് പല ആംഗിളും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ഞാനല്ല, വേറൊരു വ്യക്തിയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ പോലും അവർക്ക് പോലും ഈ ഒരു മിറർ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. പിന്നെ ആകെപ്പാടുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് മാറിപ്പോവും. പിന്നെ നമ്മൾ ഒന്നുകൂടെ റീസെറ്റ് ചെയ്യേണ്ടി വരും. പെട്ടെന്നൊന്നും അത് പിടിച്ച് മാറ്റാൻ സാധിക്കത്തില്ല. എന്നാലും ചിലരുണ്ടല്ലോ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്.